അപ്പോൾ എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ക്ഷേത്രകലകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നുകൊണ്ട് ക്ഷേത്രകലകളുടെ ആ ഒരു അവസാനത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇന്ന് അവസാനത്തെ ക്ലാസ് കൊണ്ട് ക്ഷേത്രകല എന്ന ഭാഗം നമുക്ക് പൂർത്തിയാകും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂത്ത് ഡിസ്കസ് ചെയ്യും, അതോടൊപ്പം തുള്ളൽ ഡിസ്കസ് ചെയ്യും, മോഹിനിയാട്ടം ഡിസ്കസ് ചെയ്യും, നങ്ങ്യാർകൂത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും പാഠകം. അപ്പോൾ ഇത്രയും കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത് കൂത്ത് എന്ന ഭാഗത്തിൽ നിന്നാണ്. കൂത്ത് എന്ന് പറഞ്ഞാൽ ചാക്യാർകൂത്താണ്. അപ്പോൾ കൂത്തിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. രണ്ട് ചോദ്യമാണ് ഈ കഴിഞ്ഞൊരു 4-5 വർഷത്തെ ഒരു പേപ്പർ ഞാൻ റെഫർ ചെയ്തപ്പോൾ 2 ചോദ്യമാണ് കണ്ടിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ ഒന്ന് പാഠകത്തിൽ നിന്ന് ഒരു ചോദ്യവും വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 ചോദ്യമെന്ന് പറഞ്ഞാൽ, പക്ഷെ എന്നാലും മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നും ചോദിക്കാം. അപ്പോൾ അത് അത്രയും പ്രാധാന്യം അല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആ ഭാഗവും നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ നേരത്തെ കണ്ടുള്ള ആധികാരികമായിട്ട് ഒരു രീതിയിലേക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എക്സാം ഒരു ഡിമാൻഡ് എന്നുള്ള രീതിയിൽ, അതുപോലെ PSCയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യനും കൂടെ അല്ലെങ്കിൽ ആ ഒരു രീതിയിലും കൂടെ ബേസ് ചെയ്തായിരിക്കും നമ്മൾ ആ ഒരു പാർട്ടൊക്കെ കവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നങ്ങ്യാർകൂത്താണ് കേട്ടോ. നങ്ങ്യാർകൂത്താണ് നമ്മൾ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂത്ത് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു ഏകാഭിനയം എന്നൊക്കെ നമുക്ക് പറയാം. അതിനെയാണ് കൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടിയാട്ടം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? കൂടിയാട്ടം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൂടിയുള്ള ആട്ടം. അതായത് കുറച്ച് കലാകാരന്മാർ കൂടിയുള്ള ഒരാട്ടമാണ് കൂടിയാട്ടം. അപ്പോൾ കൂടിയാട്ടം അവതരിപ്പിക്കുന്നത് ആരാണെന്ന് നമ്മൾ പറഞ്ഞു? ചാക്യാരാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ കൂത്ത് അല്ലെങ്കിൽ നങ്ങ്യാർകൂത്തിലോട്ട് വരുമ്പം അത് ആരാണ് അവതരിപ്പിക്കുന്നത്? സ്ത്രീ കഥാപാത്രങ്ങളാണ് കേട്ടോ നങ്ങ്യാർകൂത്ത് അവതരിപ്പിക്കുന്നത്. സ്ത്രീ കഥാപാത്രങ്ങളാണ്. അപ്പം ചാക്യാരുടെ ആ ഒരു വീട്ടിലെ സ്ത്രീകളായിരിക്കും ഇത് പൊതുവെ പണ്ടുള്ള കാലങ്ങളിൽ അങ്ങനെയാണ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. അവരെ നങ്ങ്യാരെന്ന് പറയും. അപ്പം നങ്ങ്യാരായിരിക്കും ഇത് അവതരിപ്പിക്കുന്നത്. സ്ത്രീകളാണ് നങ്ങ്യാർ എന്ന് പറഞ്ഞത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം, അത് കേരള കലാമണ്ഡലം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഇപ്പം നങ്ങ്യാർകൂത്ത് പഠിക്കണമെന്ന് വിചാരിക്കുക. അതായത് ഒരു വനിതയായിട്ടുള്ളവർക്ക് നങ്ങ്യാർകൂത്ത് പഠിക്കണം. ഇപ്പം പുരുഷനായിട്ടുള്ളവർക്ക് എന്താണ് അവതരിപ്പിക്കാൻ പറ്റുന്നത്? ചാക്യാർകൂത്ത് അവതരിപ്പിക്കാം. പക്ഷേ ഇത് പഠിക്കുന്നതിന് മുന്നേ ഇവർ മസ്റ്റായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ് കൂടിയാട്ടം. അപ്പോൾ കൂടിയാട്ടം പഠിച്ചതിന് ശേഷം സ്ത്രീകളാണെങ്കിൽ അവർക്ക് നങ്ങ്യാർകൂത്ത് അഭ്യസിക്കാം, പുരുഷന്മാരാണെങ്കിൽ അവർക്ക് ചാക്യാർകൂത്ത് അഭ്യസിക്കാം. ഒരു എക്സ്ട്രാ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം നമുക്ക് നങ്ങ്യാർകൂത്തിലോട്ട് കിടക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നങ്ങ്യാർകൂത്ത്. അപ്പോൾ നിങ്ങൾ ആ വേഷവിധാനങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലേ? അപ്പോൾ അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടുള്ള വേഷങ്ങളാണ്. വേഷങ്ങൾ നമ്മൾ എങ്ങനെ പറയുമെന്നാണ് പറഞ്ഞത്? ആഹാര്യം അല്ലേ? ആഹാര്യം എന്നാണ് വേഷത്തെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആഹാര്യം ഉണ്ട് എന്നൊരു കാര്യം നിങ്ങൾ ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കിക്കോളൂ. അതോടൊപ്പം തന്നെ കൈയൊക്കെ മൂവ്മെൻ്റ് ഉണ്ട്. അപ്പം അവിടെ എന്താണ് വരുന്നത്? അവിടെ ആംഗികം വരുന്നുണ്ട് എന്ന് അതിൽ മനസ്സിലാക്കുക. പിന്നെന്താണ്? അപ്പം ആഹാര്യമുണ്ട്, അത് മനസ്സിലായി. ആംഗികമുണ്ട്, അത് മനസ്സിലായി. പിന്നെന്താണുള്ളത്? പിന്നെ വാചികവും സാത്വികവുമാണ്. സാത്വികം എന്ന് വെച്ചാൽ മുഖത്തിലൂടെയുള്ള ഭാവങ്ങളാണ്. അത് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പം അതുകൊണ്ട് എന്നൊന്ന് മനസ്സിലാക്കിക്കോളൂ. പിന്നെ വാചികാഭിനയം നങ്ങ്യാർകൂത്തിൽ ഇല്ല. ഓക്കെ, ആ ഒരു കാര്യം കൊണ്ടൊന്നും മനസ്സിലാക്കിക്കോളാം. മൂകാഭിനയമാണ് ഇവിടെ വരുന്നത്. വാചികാഭിനയം നങ്ങ്യാർകൂത്തിൽ വരുന്നില്ല. അപ്പം ആരാണ് ഇവിടെ കഥ പാടുന്നതെന്നൊക്കെ ചോദിച്ചാൽ നങ്ങ്യാരമ്മയാണ്. ഈ ഫോട്ടോയിലില്ല, പക്ഷേ സൈഡിൽ ഏതാണ്ട് ഒരു ഭാഗത്ത് സൈഡിൽ ആയിട്ടായിരിക്കും നങ്ങ്യാരമ്മ ഇരിക്കുന്നത്. നങ്ങ്യാരമ്മ നിലത്തിരുന്ന് ഒരു മൈക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ഈ കുഴിത്താളം, ഇലത്താളത്തിൻ്റെ ചെറുത് കുഴിത്താളമൊക്കെ കൊട്ടിക്കൊണ്ട് ആയിരിക്കും അവിടെ ശ്ലോകം കാര്യങ്ങളൊക്കെ ചൊല്ലുന്നത്. അപ്പോൾ ശ്ലോകം ചൊല്ലുന്നതേ ഉള്ളൂ, അല്ലാതെ ഫുൾ ടൈം ആയിട്ടുള്ള പാട്ടോ കാര്യങ്ങളൊന്നുമില്ല. ശ്ലോകമായിട്ട് മാത്രമേ ചൊല്ലുന്നുള്ളൂ. അതുപോലെ മലയാളത്തിൽ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ശ്ലോകത്തിൽ കഴിക്കുക. എന്താണ് ശ്ലോകത്തിൽ കഴിക്കുക എന്നൊരു പ്രയോഗത്തിൻ്റെ അർത്ഥം വരുന്നത് എന്താണ്? വളരെ ചുരുക്കി പറയുക. മലയാളം ഭാഗത്തിനൊക്കെ ചോദ്യം വരാവുന്നതാണ്. PSCയിലൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഓർത്തുള്ള ശ്ലോകത്തിൽ കഴിക്കുക എന്ന് വെച്ചാൽ ചുരുക്കി പറയുക എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? നിങ്ങൾ പോയിന്റിൽ കാണുന്നുണ്ട്. നമ്മൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ്? നമ്പ്യാർ സമുദായത്തിലെ സ്ത്രീകളാണ് നങ്ങ്യാർ. ഇപ്പം നങ്ങ്യാർ അവതരിപ്പിക്കുന്ന കൂത്താണ് നങ്ങ്യാർകൂത്ത്. കൂത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഏകാഭിനയം, മോണോ ആക്ട് അല്ലേ? മോണോ ആക്ട്, ഒരാൾ അഭിനയിക്കുന്നതിനാണ് മോണോ ആക്ട് അല്ലെങ്കിൽ ഏകാഭിനയം എന്ന് പറഞ്ഞത്. അപ്പം കൂത്തെന്ന് വെച്ചാൽ എന്താണ്? ഏകാഭിനയം എന്നാണ് അർത്ഥം. പിന്നെ വാചികാഭിനയത്തിന് സ്ഥാനമില്ല. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ, അതിനകത്ത് ചതുർവിധാഭിനയങ്ങൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു വാചികാഭിനയത്തിന് സ്ഥാനമില്ല എന്നുള്ള കാര്യമുണ്ട്. വാചികമില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ എന്താണ്? വാദ്യങ്ങൾ ഏതൊക്കെയാണ്? ഇടയ്ക്ക,
മിഴാവുണ്ട്, അതോടൊപ്പം തന്നെ കുഴിത്താളം കൂടി ഉണ്ട് കേട്ടോ. കുഴിത്താളം കൂടി ഉണ്ട്. ചെറിയ ഇലത്താളത്തിൻ്റെ ചെറിയൊരു വേർഷനാണ് കുഴിത്താളം. കുഴിത്താളം കൂടെ ഉണ്ട്. പിന്നെ നങ്ങ്യാർകൂത്തിലെ ഇതിവൃത്തം. അതിൽ ഇതിവൃത്തം നങ്ങ്യാർകൂത്തിലെ കഥകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണ കഥയെ ആസ്പദമാക്കിയാണ് നങ്ങ്യാർകൂത്ത് നടത്തുന്നത്. നങ്ങ്യാർകൂത്ത് നടത്തുന്നത് ശ്രീകൃഷ്ണ കഥയെ ആസ്പദമാക്കിയാണ്. അതുപോലെ തന്നെ ശ്ലോകം ചൊല്ലുന്നത് ആരാണ്? നങ്ങ്യാരമ്മ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഇത് അഷ്ടമി രോഹിണിയുടെ അനുബന്ധിച്ചിട്ട് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൽ ഈ നങ്ങ്യാർകൂത്തൊക്കെ നടത്താറുണ്ട്. അതുപോലെ നിർമ്മല പണിക്കരും അമ്മന്നൂർ മാധവ ചാക്യാരും, ഈ ഒരു പേരൊന്ന് ഓർത്ത് വെച്ചോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രസിദ്ധരായിട്ടുള്ള പേരാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ കലാകാരന്മാരെ ഒന്നും ഇതിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടുള്ളവരാണ് നിർമ്മല പണിക്കരും അമ്മന്നൂർ മാധവ ചാക്യാരും. അപ്പോൾ ആ പേരൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇതിൽ നിർമ്മല പണിക്കരാണ് ഇത് ജീർണാവസ്ഥയിലേക്ക് ഇത് പോയിരുന്നു. ഒരിക്കൽ ഈ നങ്ങ്യാർകൂത്ത് ജീർണാവസ്ഥയിലേക്ക് പോയിട്ട് വളരെ ഗവേഷണത്തിനൊക്കെ ഫലമായിട്ട് ഇതിനെ കൊണ്ടുവരുന്നത് നിർമ്മല പണിക്കരാണ്. പിന്നീട് അമ്മന്നൂർ മാധവ ചാക്യാർ 1984 ആ ഒരു സമയത്തോടൊക്കെ പിന്നെ ഇതിനെ ഒരു പബ്ലിസിറ്റി കൊടുക്കാനൊക്കെ ശ്രമിച്ച് അതിനെ ഒന്നുകൂടെ പുനരുദ്ധരിച്ച് കൊണ്ടുവരികയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കഴിഞ്ഞ് നമ്മൾ അഷ്ടപതിയാട്ടം നമ്മൾ നോക്കാൻ പോകണം. അഷ്ടപതിയാട്ടം അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ ഈ അഷ്ടപതിയാട്ടവും അതുപോലെ തന്നെ ജയദേവരുടെ ഗീതാ ഗോവിന്ദം ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ അത് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതിൽ ഇൻസ്പിറേഷൻ കൊണ്ടിട്ടാണ് അന്ന് കോഴിക്കോട് സാമുദ്രിയായിരുന്ന മാനവേദൻ അദ്ദേഹം കൃഷ്ണഗീതി രചിക്കുന്നതും കൃഷ്ണാട്ടം കൊണ്ടുവരുന്നതും ഒക്കെ. ഓക്കെ, അപ്പം ആ ഒരു ഭാഗം കൊണ്ട് നമുക്ക് അഷ്ടപതിയാട്ടം നമുക്കൊന്ന് നോക്കാം. അപ്പം അഷ്ടപതിയാട്ടത്തെ പറ്റി പറയുമ്പം അത് മഹാകവി ജയദേവരുടെ ഒരു ഗീതാ ഗോവിന്ദം അദ്ദേഹം രചിച്ചതാണ്. ഗീതാ ഗോവിന്ദം അത് ശ്രീകൃഷ്ണ കഥയെ ആസ്പദമാക്കിയാണ് രചിച്ചത്. അതിനകത്തെ രാസക്രീഡാ ഭാഗം, ശ്രീകൃഷ്ണ ഭഗവാന്റെ രാസക്രീഡ ആ ഒരു ഭാഗത്തെയാണ് ആസ്പദമാക്കിയാണ് ഈ ഒരു ഗീതാ ഗോവിന്ദം രചിച്ചത്. അപ്പം അതിനെ അടിസ്ഥാനപ്പെടുത്തി രൂപം കൊണ്ട ഒരു കേരളീയ ഒരു നൃത്ത നാടക രൂപം എന്ന് പറയാവുന്നതാണ് ഈ പറയുന്ന അഷ്ടപതിയാട്ടം. ഓക്കെ, അപ്പം ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് അപ്പോൾ ആരാണ്? കൃഷ്ണനാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, കൃഷ്ണൻ്റെ കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന്. അപ്പം കൃഷ്ണനാണ് അതിനകത്തെ ആ ഒരു പ്രധാന കഥാപാത്രമായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ രാധ ഉൾപ്പെടെയുള്ള 4 ഗോപികമാരുമാണ് അതിനകത്തെ കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അപ്പം ഇത് കൃഷ്ണനെ ആസ്പദമാക്കിയുള്ളതാണ്. രാസക്രീഡയാണ് ഭാഗം. എവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞത്? ജയദേവരുടെ ഗീതാ ഗോവിന്ദമാണ് ഇൻസ്പിറേഷൻ. അതുകൊണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് കൃഷ്ണൻ്റെ ഇതിനകത്തൊരു വേഷം. അത് എന്താണ്? ഓടക്കുഴലും വനമാലയൊക്കെയാണ് ഇതിനകത്തൊരു കൃഷ്ണൻ്റെ വേഷമായിട്ട് നമുക്ക് പറയാവുന്നത്. അതുപോലെ ഒരു കേരളീയ ഒരു നൃത്തനാടക രൂപം എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് ഈ പറയുന്ന അഷ്ടപതിയാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ്സ് ഒന്ന് നോക്കാം. ഇപ്പോൾ ജയദേവരുടെ ഗീതാ ഗോവിന്ദത്തെ ആസ്പദമാക്കി കേരളത്തിൽ ഉദയം ചെയ്ത ദൃശ്യ കലാരൂപമാണ് അഷ്ടപതിയാട്ടം. അതുപോലെ എന്താണ് ഇതിനെ അഷ്ടപതി എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് 8 ചരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇതിനെ അഷ്ടപതി എന്ന് പറയുന്നത്. അഷ്ടപതിയാട്ടം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അതുപോലെ കേരളീയ നൃത്തനാടക രൂപമാണ് ഈ പറയുന്ന അഷ്ടപതിയാട്ടം. അതോടൊപ്പം അതിൽ എന്തൊക്കെയാണ് വരുന്നത്? നൃത്തം, അഭിനയം, സംഗീതം എന്നീ 3 ഭാവങ്ങളുടെ ആ ഒരു യോജനം ചെയ്യുന്നതാണ്. അപ്പം ആ ഒരു കാര്യം കൂടെ നിങ്ങൾ അത്രയും ഡീപ്പായിട്ട് അറിയണം, കാരണം ഇതിന് ചോദ്യമേ വന്നിട്ടില്ല. അപ്പോൾ ഇത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്ന് പറഞ്ഞാൽ മതി. പിന്നെ നമ്മൾ PSCയിലൊക്കെ നമുക്ക് ഉപകാരപ്പെടാം. അപ്പം നമ്മൾ ഇത് കുറച്ചും കൂടി ഒരു വളരെ ലൈറ്റായിട്ട് നമ്മൾ നോക്കുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ആരാണ്? ഭക്തകവി ജയദേവൻ. അദ്ദേഹത്തിൻ്റെ ഗീതാഗോവിന്ദത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് അല്ലേ അഷ്ടപതിയാട്ടം വന്നത്. അതുപോലെ എന്താണ്? രാസക്രീഡാ ഭാഗത്തെ ആസ്പദമാക്കി രചിച്ചതാണ് ഗീതാഗോവിന്ദം. അതിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് വന്നാണ് എന്ത്, അല്ലെങ്കിൽ അതിൽ നിന്ന് രൂപം കൊണ്ടാണ് എന്ത് അഷ്ടപതിയാട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ രാസക്രീഡ എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വരുന്നത്? കൃഷ്ണൻ്റെയും രാധയുടെയും പ്രേമകഥകൾ അല്ലേ. കൃഷ്ണൻ്റെയും രാധയുടെയും പ്രേമകഥകളാണ് ഈ ഒരു കാവ്യത്തിൻ്റെ പ്രതിപാദ്യമായിട്ട് പറയുന്നത്, അഷ്ടപതിയാട്ടത്തിൻ്റെ പ്രതിപാദ്യ വിഷയമായിട്ട് വരുന്നത്. പിന്നെ ഇന്നത്തെ വാദ്യോപകരണങ്ങൾ അതൊക്കെയാണെന്ന് വെച്ചാൽ മദ്ദളം, ഇടയ്ക്ക, ഇല്ലത്താളമാണ് ഇതിനകത്തെ വാദ്യോപകരണങ്ങളായിട്ട് വരുന്നത്. അപ്പം നമ്മൾ നേരത്തെ എന്താണ് നങ്ങ്യാർകൂത്ത് കണ്ടു. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? അതിൽ വരുന്നത് മിഴാവ് വരുന്നുണ്ട്, പിന്നെന്താ ഇടയ്ക്ക വരുന്നുണ്ട്, പിന്നെന്താ കുഴിത്താളം വരുന്നുണ്ട്. ശരി, അപ്പോൾ ഇന്നത്തെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്? അഷ്ടപതിയാട്ടിലെ കഥാപാത്രം ഏതൊക്കെയാണ്? ശ്രീകൃഷ്ണനും രാധയും ഉൾപ്പെടെ 4 ഗോപസ്ത്രീകളാണ്. അതുപോലെ തന്നെ കൃഷ്ണൻ്റെ വേഷം എന്താണ്? ഓടക്കുഴലും വനമാലയാണ്. നമ്മൾ കുറച്ച് നേരത്തെ മുന്നേ പറഞ്ഞുകൊണ്ടാണ് ഇത് അധികം വിശദീകരിക്കാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തെ ഫാക്റ്റുകൾ. അപ്പോൾ ഇതൊന്ന് ഓർമ്മയിൽ വെച്ചോളൂ. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂത്തെന്ന് വെച്ചാൽ എന്താണ്? ചാക്യാർ കൂത്താണ്
നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൂത്തിൽ നിന്ന് പരിണമിച്ചാണ് തുള്ളൽ വന്നത്, അതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം നമ്മൾ കൂത്താണ് നോക്കുന്നത്. അപ്പോൾ കൂത്ത് അവതരിപ്പിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ചാക്യാർ സമുദായത്തിൽ പെട്ടവരാണ് ഈ കൂത്ത് അവതരിപ്പിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കഥയുടെ ഇതിവൃത്തമായിട്ടൊക്കെ വരുന്ന എന്താണ്, മഹാഭാരതത്തിൻ്റെ ചില ഭാഗങ്ങളും രാമായണവും ഒക്കെയാണ് ഈ കഥയുടെ ഒരു ഇതിവൃത്തം ആയിട്ട് വരുന്നത്. അതുപോലെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് മിഴാവാണ് അല്ലെ. മിഴാവ് കൊട്ടുന്നതിനിടയ്ക്കാണ് ആരുറങ്ങിപ്പോയത്, കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോയത്. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പം മിഴാവാണ് അതിനകത്ത് പ്രധാന വാദ്യോപകരണം. ഒപ്പം എന്തുണ്ട്, ഇലത്താളവും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് വാദ്യോപകരണം. പിന്നെന്താണ്, അതിനകത്ത് ആ ഒരു അവതരിപ്പിക്കുന്നയാൾ സംസാരിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്തുണ്ട്, വാചികാഭിനയം ഉണ്ട്. പിന്നെ ഈ കൂത്തിനകത്ത് നിലവിളക്ക് കത്തിക്കാറുണ്ട് എന്നൊരു കാര്യം കൂടെ ഓർത്തോളുക. അതിൽ 3 തിരിയാണ് ഇടുന്നത്. കാരണം ഇത് കഥകളിയിലൊക്കെ പോലെ തന്നെ, കഥകളിയിലും കൃഷ്ണാടത്തിലൊക്കെ നമ്മൾ കണ്ടൊരു കാര്യമാണ് വിളക്ക് കത്തിക്കുന്നത്. അത് ഇതിലും ഒരു സമ്പ്രദായം ഇതിലും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. കൂത്ത് എന്താണ്, ഒരു ഏകാംഗ കലാരൂപമാണ് അല്ലേ. കൂത്ത് എന്ന് പറയുന്നത് ഏകാംഗ കലാരൂപമാണ്. കാരണം എന്താ, നമ്മൾ പേര് തന്നെ പറഞ്ഞു അല്ലേ, കൂത്തിൻ്റെ അർത്ഥം തന്നെ നമ്മൾ പറഞ്ഞു. എന്താണ്, മോണോ ആക്ട് അല്ലേ, ഒരാൾ അഭിനയിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരാൾ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുന്നതാണ് കൂത്ത് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ എന്താണ്, ചാക്യാർ സമുദായക്കാരാണ് ഇത് അവതരിപ്പിക്കുന്നത് ചാക്യാർ സമുദായക്കാരാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രമേയം വരുന്നത് രാമായണം, അതുപോലെ മഹാഭാരതത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇതിൻ്റെ പ്രമേയം വരുന്നത്. അതുപോലെ ഈ ചാക്യാരുടെ വേഷം നിങ്ങൾ ശ്രദ്ധിച്ചേ, എന്താണ്, എന്ത് ടൈപ്പ് വേഷമാണ്, അല്ല ഒരു വിദൂഷക വേഷമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുള്ളികൾ 14 പുള്ളികളാണ് കേട്ടോ, 14 പുള്ളികളാണ് കുത്തുന്നത്. പക്ഷെ അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, അത്ര ഡീറ്റെയിൽ ആയിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അറിയേണ്ട കാര്യമില്ല, അല്ലാതെ അറിയാം. PSCയിലാണെങ്കിലും അത്രയും ഡെപ്തായിട്ട് ചോദിക്കാൻ സാധ്യതയും കുറവാണ്. ഓക്കെ, പക്ഷെ എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ 14 പുള്ളികളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് കുത്തുന്നത്. അതുപോലെ ഭസ്മക്കുറികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വിദൂഷക വേഷം, ചിരിപ്പിക്കാനായിട്ടുള്ളൊരു വേഷമാണ് ശരിക്കും ആ ഒരു കൂത്ത്. അപ്പം കൂത്തിൽ അവതരിപ്പിക്കുന്ന ആളും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തമാശകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. അത് സാമൂഹിക വിഷയങ്ങൾ ആവാം, രാഷ്ട്രീയ വിഷയങ്ങളാവാം, അല്ലെങ്കിൽ മറ്റ് നാട്ടിലെ പ്രധാന പ്രശ്നങ്ങളൊക്കെ ആകാം. അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, കൂത്തിലൂടെ അവതരിപ്പിക്കാറുണ്ട്. പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് കൂത്ത് അവതരിപ്പിക്കുന്നത്. അതുപോലെ കൂത്ത് 2 വിഭാഗമുണ്ട്. ഒന്ന് കഥാപ്രസംഗം, പിന്നെ നാടകാഭിനയം എന്നുള്ള രീതിയിൽ. ഈ നാടകാഭിനയത്തെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് 3 ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. എന്തൊക്കെയാണ്, മന്ത്രാംഗം കൂത്ത്, ആംഗുലിയാംഗം കൂത്ത്, പറക്കും കൂത്ത് എന്നിങ്ങനെ 3 ആയിട്ട് തിരിക്കാറുണ്ട് കേട്ടോ. മന്ത്രാംഗം കൂത്ത്, ആംഗുലിയാംഗം കൂത്ത്, പറക്കും കൂത്ത് എന്നുള്ള രീതിയിൽ 3 ആയിട്ട് തിരിക്കാറുണ്ട്. അതുപോലെ ഇതിനകത്ത് എന്തില്ല, നൃത്തത്തിൻ്റെ അംശം ഇല്ല, നല്ല കുറവാണ്. കാരണം മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നതല്ലാതെ ഒരു നൃത്തം എന്നുള്ള രീതിയിലേക്ക് അത് പോകുന്നില്ല. നൃത്തത്തിൻ്റെ അംശം കുറവാണെന്ന് നമുക്ക് പറയാം. അതുപോലെ ഇതിനകത്ത് നമുക്ക് ആ ഒരു വേഷവിധാനവും അതുപോലെ മുഖഭാഗങ്ങളൊക്കെ മറ്റ് ശരീരഭാഷകളൊക്കെയാണ് എന്ത്, ആ ഒരു ആശയം കൺവേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. വാചികാഭിനയത്തോടൊപ്പം ഈ ഒരു രീതിയിലുള്ള ഒരു ആംഗ്യം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്, ഒരു മുദ്രകളോ കാര്യങ്ങളിലൂടെ ഒന്നും അല്ല വരുന്നത്. അതുപോലെ തന്നെ സാത്വികം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മുഖത്തെ ഭാവങ്ങൾക്ക് അങ്ങനെ ഒരു പ്രാധാന്യമൊന്നുമില്ല. ആൾ പറയുന്നത് ആളുടെ കൈയുടെ മൂവ്മെൻറ്റോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ചലന രീതികളോ കാര്യങ്ങളൊക്കെ ആകാം അതിനകത്ത് വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളുടെ ഒന്ന് ഓർക്കുക. ആഹാര്യം എന്ന് നോക്കിയാൽ ആഹാര്യവും അത്ര കേമമല്ല, ഉണ്ട്, കുറവുമല്ല, കൂടുതലുമല്ല, ഒരു മീഡിയം എന്നൊരു രീതിയിലാണ് നിൽക്കുന്നത്. അതുപോലെ ഇതിനകത്തെ വാദ്യോപകരണങ്ങൾ ഏതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ. മിഴാവ് കൊട്ടുന്നതിന് ഇടയിലാണ് ആരുറങ്ങിപ്പോയത്, കുഞ്ചൻ നമ്പ്യാർ ഉറങ്ങിപ്പോയത്. അതുപോലെ ഇലത്താളവും അതിനകത്തെ പ്രധാന വാദ്യോപകരണങ്ങളാണ്. പിന്നെ അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട 2 ക്ഷേത്രങ്ങളുടെ പേരാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം, അതുപോലെ തന്നെ ഏതാണ്, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രവും നിങ്ങൾ അറിയേണ്ട പേരാണ് കൂത്തിനോടനുബന്ധിച്ച്. കാരണം ഇവിടെയാണ് കൂത്ത് പൂർണ്ണ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പം ഈ 2 പേരും കൂടെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോളുക. ഇനി നമുക്ക് കൂത്തിൻ്റെ ചടങ്ങുകളൊന്ന് നോക്കാം. ഇപ്പോൾ ചടങ്ങുകളൊന്നും PYQലൊന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ ഇപ്പം കഥകളിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചടങ്ങുകളിൽ പൊതുവെ ചോദിക്കാറുള്ളത്. കഥകളിയിലെ ചടങ്ങുകളാണ് പൊതുവെ ചോദിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനകത്തെ ചടങ്ങുകൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടോ ഒന്നും പോകുന്നില്ല, കാരണം അത് പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കും. കാരണം ഓൾറെഡി കൃഷ്ണാട്ടത്തിൽ കുറേ ചടങ്ങുകൾ പഠിച്ചു, കൂടിയാട്ടത്തിൽ കുറേ ചടങ്ങുകൾ പഠിച്ചു, കഥകളിയിൽ പഠിച്ചു. അപ്പോൾ എല്ലാം കൂടെ തിരിഞ്ഞു പോകണ്ട. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന് മിഴാവ് മെച്ചപ്പെടുത്തൽ, അതിൻ്റെ ഒരു തുടക്കത്തിലെ ഭാഗമാണ്. മിഴാവ് പയ്യൊന്ന് കൊട്ടി താളം പിടിച്ച് ഒരു ഇതാണ്. പിന്നെ ചാരുനൃത്തം എന്ന് വെച്ചാൽ ചാരി എന്നതൊരു നൃത്തത്തിൻ്റെ പേരാണ്, ഒരു പ്രത്യേകതരം നൃത്തമാണ്. അത് അവിടെ അവതരിപ്പിക്കുന്ന ആൾ ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ വിദൂഷക സ്തോപം നടിക്കൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, താൻ്റെ വിദൂഷകനാണെന്ന് തെളിയിക്കാനായിട്ട് വന്നിട്ട് പൂണൂല് വലിക്കുക, അതുപോലെ
എന്നാ മുറുക്കാൻ ചുരുട്ടുക, അതുപോലെ കുടുംബമൊക്കെ കെട്ടിട്ടുണ്ടാവും, കുടുമിയൊക്കെ ഒന്ന് ചെയ്യുക, ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇഷ്ടദേവ പ്രാർത്ഥന, പിന്നെ പീഠിക എന്നൊരു കാര്യമുണ്ട്, കഥയുടെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ പറയുന്നതാണ്. പിന്നെ ആശീസ് സംക്ഷേപം, എല്ലാവർക്കും ഈ അനുഗ്രഹം കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതിനുശേഷം ശ്ലോകം ചൊല്ലുക, പിന്നെ പദങ്ങൾ. അപ്പോൾ ഇത്രയും ചടങ്ങുകൾ ഇതിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പോകാത്ത നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കേണ്ട എന്നുള്ള രീതിയിൽ ആയതുകൊണ്ടാണ്, കാരണം അത് പിന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രധാന കലാകാരന്മാർ നോക്കി ആരാണ്? ഒന്ന് മാണി മാധവ ചാക്യാർ, പൈങ്കുളം രാമചാക്യാർ, അമ്മനൂർ മാധവ ചാക്യാർ, ഇത്രയും പേരാണ് ഇതിനകത്തെ പ്രധാന കലാകാരന്മാരായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി പാഠകം നോക്കാം. അപ്പോൾ പാഠകം എന്ന് പറയുമ്പം അതിനകത്ത് എന്താണ് നമുക്ക് പറയാൻ പറ്റുക, അത് നമ്മളിപ്പം കണ്ട ആ ഒരു കൂത്ത് അല്ലേ, ചാക്യാർ കൂത്തിനെ അനുകരിച്ചുണ്ടായ ഒരു കലാരൂപമാണ് പാഠകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചാക്യാർ കൂത്തിൽ കണ്ടു ആരാണ് അവതരിപ്പിക്കുന്നത്? ചാക്യാരാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ നങ്ങ്യാർ കൂത്തിൽ ആരാണ് അവതരിപ്പിക്കുന്നത്? നങ്ങ്യാരാണ് അവതരിപ്പിക്കുന്നത്. പാഠകം അവതരിപ്പിക്കുന്നത് നമ്പ്യാർ ആണ് കേട്ടോ, നമ്പ്യാരാണ് പാഠകം അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിനൊരു പുരാണ കഥാപ്രസംഗം എന്നൊക്കെയാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പാഠകത്തൊരു പുരാണ കഥാപ്രസംഗം എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് ചാക്യാർകൂത്തിനെ അനുകരിച്ചുണ്ടായ ഒരു കലാരൂപമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് ഒരു ആക്ഷേപഹാസ്യങ്ങൾ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ നേരത്തെ കണ്ടു, ഇപ്പോൾ കൂത്തിലെ ആക്ഷേപഹാസ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. പക്ഷെ അതിൽ കഥ എവിടെ നിന്നാണ് വരുന്നത്? രാമായണത്തിൽ നിന്നും അല്ലെങ്കിൽ മഹാഭാരതത്തിൽ നിന്നൊക്കെയാണ് കഥകൾ വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ പാഠകവും പുരാണ കഥകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവിടെയും കഥ എടുക്കുന്നത്. പക്ഷെ അതും കൂത്തുപോലെ തന്നെ ഒരു ആക്ഷേപഹാസ്യം എന്നുള്ള രീതിയിലാണ് വരുന്നത്. പക്ഷെ കൂത്തിനെ അനുകരിച്ചാണ് വരുന്നതെങ്കിലും ഇവിടെ എന്തില്ല, ഇവിടെ മിഴാവ് ഉപയോഗിക്കുന്ന പരിപാടി കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ വിളക്ക് കത്തിക്കുന്ന പരിപാടിയില്ല. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ, കൂത്തിൽ വിളക്ക് കത്തിക്കുന്നതും അതുപോലെ തന്നെ 3 തിരിയാണ് ഇടുന്നതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ പാഠകത്തിൽ എന്തില്ല, ഇതുപോലെ വിളക്ക് കത്തിക്കുന്ന ആ ഒരു ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പാഠകം നമുക്കൊന്ന് നോക്കാം. ഒരു പുരാണ കഥാപ്രസംഗമാണ് പാഠകം എന്ന് പറയുന്നത്. ഇത് അവതരിപ്പിക്കുന്ന ആരാണ്? നമ്പ്യാരാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ ചാക്യാർകൂത്തിനെ അനുകരിച്ചുണ്ടായ ഒരു കലാരൂപമാണ് ഈ പാഠകം എന്ന് പറയുന്നത്. അതുപോലെ നർമ്മവും വിമർശനവും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് പാഠകം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ഒരു വേഷം എന്നൊക്കെ പറഞ്ഞാൽ പട്ടെടുത്ത് തലയിൽ കട്ടിയാവ് കെട്ടി, കട്ടിയാവ് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, തലയിലെ ആ ഒരു ചുമല, ആ ഒരു ഇതിനെയാണ് കട്ടിയാവ് എന്നുദ്ദേശിക്കുന്നത്. ചുമല തുണി ഒരു പ്രത്യേക രീതി കെട്ടുന്നതിന് കട്ടിയാവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ശരീരത്തിൽ ഭസ്മവും ചന്ദനവും ഒക്കെ കൊണ്ട് കുറികളിട്ട്, അല്ല നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലേ, ചാക്യാർകൂത്തിൽ ഭസ്മം ഭയങ്കരമായിട്ട് തേക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയില്ല, ഒരു കുറച്ച് വളരെ ലൈറ്റായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് തേക്കുന്നു. നെഞ്ചിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ തോളിൻ്റെ ഭാഗത്തൊക്കെ ഇട്ട് തേക്കുന്നു, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ പുള്ളിയുടെ കാര്യം എടുത്താലും ദേഹത്ത് പുള്ളികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ. അതുപോലെ കഴുത്തിൽ മാലയൊക്കെ ധരിച്ച് പട്ടുതരിയൊക്കെ ചേർത്തിക്കൊണ്ടാണ് ഈ പാഠകം അവതരിപ്പിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് എന്താ മറ്റ് വാദ്യങ്ങൾ നമ്മൾ പറഞ്ഞില്ല, മിഴാവ് ഉപയോഗിക്കുന്ന പതിവില്ല എന്ന് പറഞ്ഞു. അതൊരു മിഴാവ് മാത്രമല്ല, മറ്റ് വാദ്യങ്ങളോ വേറെ അനുഷ്ഠാന കർമ്മങ്ങളോ, ഇപ്പം നമ്മൾ നേരത്തെ ചടങ്ങുകൾ കണ്ടു അല്ലേ, ചായർ നൃത്തം, അതുപോലെ പീഠിക, ശ്ലോകം, ഇതൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ അതുപോലെയുള്ള ചടങ്ങുകളോ കാര്യങ്ങളോ ഒന്നും ഏതിൽ വരുന്നില്ല, ഈ വരുന്ന പാഠകത്തിൽ വരുന്നില്ല. അതുപോലെ വിളക്ക് കത്തിച്ച് വെക്കുന്ന രീതിയോ തിരശീല ഉപയോഗിക്കുന്ന രീതിയോ ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ആംഗ്യങ്ങളും ശരീരഭാഷയാണ്. ആൾ സംസാരിക്കുന്നുണ്ട്, അതോടൊപ്പം ആംഗ്യവും ശരീരഭാഷയൊക്കെയാണ് ഇതിനകത്ത് വരുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചാക്യാർകൂത്തിലെ എവിടെ നിന്നാണ് കഥ വരുന്നത്? രാമായണം മഹാഭാരതം എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ എവിടെ നിന്ന്? രാമായണത്തിൽ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവദ്ഗീത, കിരാതം, പാഞ്ചാലി സ്വയംവരം, സന്താനഗോപാലം, ഇവിടെ നിന്നൊക്കെയാണ് പാഠകത്തിലെ കഥ എടുക്കുന്നത്. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിയേണ്ട. പാഠകത്തിൽ നിന്നാകെ ഒരു ചോദ്യം വന്നിട്ടുള്ളൂ, നമുക്ക് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ക്ലാസിക്കൽ കലാരൂപമാണ് തുള്ളൽ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പം അതുപോലെ എന്താ പാവങ്ങളുടെ കഥകളി എന്നൊക്കെ വിശേഷണമുള്ള തുള്ളലിനെ പറ്റിയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ചാക്യാർകൂത്തിൽ മിഴാവ് കൊട്ടുന്ന സമയത്ത് കുഞ്ചൻ ഇറങ്ങിപ്പോയെന്നും, അപ്പം ഉറങ്ങിപ്പോയതിനെ എന്ത് ചെയ്തു? അപ്പം ചാക്യാർ അവിടെ നിന്ന് കുഞ്ചൻ പരിഹസിച്ചു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം അവിടെ നിന്ന് പിന്നെ ആ കൊട്ടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിന്നെ നിർത്തി. നെക്സ്റ്റ് ഡേ പുള്ളി എന്ത് ചെയ്തു? പുള്ളിയായിട്ട് തന്നെ ഒരു പുതിയൊരു കലാരൂപം സൃഷ്ടിക്കുകയാണ് ചെയ്തത്. അതാണ് തുള്ളൽ എന്ന് പറയുന്നത്. അപ്പം തുള്ളലിൻ്റെ അർത്ഥം വരുന്നത് എന്താണ്? നൃത്തം എന്നാണ് കേട്ടോ. തുള്ളൽ കൊണ്ട് അർത്ഥമാക്കുന്നത് നൃത്തം എന്നാണ്. അപ്പം തുള്ളൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് തന്നെ അവതരിപ്പിച്ച അന്ന് തന്നെ പുറത്താക്കപ്പെട്ട ഒരു കലാരൂപം എന്നൊക്കെ ഒരു പ്രത്യേകതയും ഈ ഒരു തുള്ളലിനുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നീട് 2006ഓടെയാണ് തുള്ളൽ പിന്നെയും ആ ക്ഷേത്രത്തിലേക്ക് തിരിച്ചു കയറിയത്. ഓക്കെ. അപ്പോൾ അത്രയും വർഷം തുള്ളൽ, ഒരുപാട് വർഷങ്ങൾ, നൂറ്റാണ്ട് തന്നെ പറയാം, അത്ര നാൾ തുള്ളൽ അവരെ അവതരിപ്പിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് 2006 തുള്ളൽ അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അതുപോലെ ഈ കുഞ്ചൻ നമ്പ്യാർക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു പ്രാചീന കവിത്രയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. കുഞ്ചൻ നമ്പ്യാർ മാത്രമല്ല, അപ്പം അതിൻ്റെ താരക്ക് വരും, തുഞ്ചൻ വരുന്നുണ്ട്. തുഞ്ചത്തെഴുത്തച്ഛൻ,
കുഞ്ചൻ നമ്പ്യാർ, പിന്നെ ആരാ ചെറുശ്ശേരി. ഇപ്പം ഇത്രയും പേരാണ് വരുന്നത്. അപ്പോൾ ഈ നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ കാര്യം പറയുമ്പം ഒരു കാര്യം കൂടെ പറയാം. മെയ് 5 എന്നൊരു ഡേറ്റ് ഒന്ന് ഓർമ്മയിലുണ്ടാവണം. എന്താണത്? കുഞ്ചൻ ദിനം എന്ന് പറയുന്നതാണ് കേട്ടോ. മെയ് 5 കുഞ്ചൻ ദിനം. കാരണം അദ്ദേഹം ജനിക്കുന്നത് 1705 മെയ് മാസം 5-ാം തീയതിയാണ്. അതായത് ഒരു 18-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അപ്പം ഈ തീയതിയാണ് മെയ് 5 എന്ന് പറഞ്ഞ തീയതിയാണ് നമ്മൾ കുഞ്ചൻ ദിനമായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചോളൂ. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയ ഒരു തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം കേട്ടോ. കല്യാണ സൗഗന്ധികം അദ്ദേഹം എഴുതിയ തുള്ളൽ കൃതിയാണ്. അതെന്താണ്? അതൊരു ശീതങ്കൻ തുള്ളലിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു തുള്ളൽ കൃതിയാണ് ഈ കല്യാണ സൗഗന്ധികം. അപ്പം ആദ്യമായിട്ട് എഴുതുന്ന തുള്ളൽ കൃതിയാണ് എന്ത്? കല്യാണ സൗഗന്ധികം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ തുള്ളലിനെ പറ്റി പറയുമ്പോൾ നമ്മളുണ്ട് ക്ലാസിക്കൽ കലാരൂപം അല്ലേ? കേരളത്തിലെ ക്ലാസിക്കൽ കലാരൂപം എന്നറിയപ്പെടുന്നതാണ് തുള്ളൽ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ കുഞ്ചൻ നമ്പ്യാരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവായിട്ട് വരുന്നത്. അതുപോലെ സാധാരണക്കാരൻ്റെ കഥകളി എന്നൊക്കെ പറയുന്നത് എന്താണ്? തുള്ളൽ തന്നെയാണ്. അതുപോലെ 18-ാം നൂറ്റാണ്ടിൽ രൂപപ്പെട്ട ഒരു കലാരൂപമാണ് കേട്ടോ ഈ പറയുന്ന തുള്ളൽ എന്ന് പറഞ്ഞത്. അതുപോലെ ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന എവിടെയാണ്? നമ്മൾ പറഞ്ഞാൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അമ്പലപ്പുഴയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? തുള്ളലിൻ്റെ ജന്മസ്ഥലം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇത് അമ്പലപ്പുഴ തന്നെയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ തുള്ളൽ കൃതി ഏതെന്ന് വെച്ചാൽ അതാണ് കല്യാണ സൗഗന്ധികം. നമ്മൾ ഡിസ്കസ് ചെയ്ത് കല്യാണ സൗഗന്ധികമാണ്. അത് ശീതങ്കൻ തുള്ളലിലെ വരുന്ന ഒരു കൃതിയാണത്. അതുപോലെ രചിച്ചത് ആരാന്ന് വെച്ചാൽ കുഞ്ചൻ നമ്പ്യാരാണ് കേട്ടോ. കുഞ്ചൻ നമ്പ്യാരാണ് രചിച്ചത്. അതുപോലെ തുള്ളലിനെ പറ്റിയുള്ള താളപ്രസരം എന്ന കൃതി രചിച്ചത് ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് കേട്ടോ. അപ്പം ഇനി തുള്ളൽ എത്ര തരം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? ഏതൊക്കെയാണ്? ഓട്ടൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ. അപ്പം ഇതിലൊരു കാലം അനുസരിച്ചിട്ടാണ് ഈ തിരിക്കുന്നത്. കാലം എന്ന് വെച്ചാൽ പറഞ്ഞൊരു വേഗത. അപ്പോൾ പാട്ടൊക്കെ സംഗീതമൊക്കെ പറയുമ്പോൾ നമ്മൾ കാലം എന്നാണ് പറഞ്ഞത്. അപ്പം 1-ാം കാലം 2-ാം കാലം എന്നൊക്കെ പറയും. അപ്പോൾ ഇത് കാലം അല്ലെങ്കിൽ അതിൻ്റെ വേഗത അനുസരിച്ചാണ് ഇതിനെ തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാണ് പാട്ടിൻ്റെ ശൈലി. അതുപോലെ ഓട്ടം തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ, 3 തരം തുള്ളലാണുള്ളത്. അതുപോലെ പാട്ടിൻ്റെ ശൈലി വെച്ചിട്ടാണ് തിരിക്കുന്നത്. നമുക്കിത് എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ പാട്ടിൻ്റെ ശൈലി കൊണ്ട് നമുക്ക് തിരിച്ചറിയാം. പിന്നെ വേഷവിധാനങ്ങളിലെ പ്രത്യേകതകൾ ആ കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്കതിനെ തിരിച്ചറിയാനൊക്കെ പറ്റും. അതിൽ ഏറ്റവും വേഗത്തിൽ പാടുന്നതാണ് എന്ത്? ഓട്ടം തുള്ളൽ അല്ലേ? നിൽക്കാൻ സമയമില്ല, ഓടുവാണ്. പാട്ടിൻ്റെ വേഗത അങ്ങ് ഭയങ്കരമാണ്. അപ്പം ഭയങ്കര വേഗത്തിൽ പാടുന്നതാണ് ഓട്ടം തുള്ളൽ. പിന്നെ ഒരു പതിഞ്ഞ താളത്തിൽ പറയുന്നതാണ് പറയൻ തുള്ളൽ എന്ന് പറഞ്ഞാൽ പതിഞ്ഞ താളത്തിൽ പറയുന്നതാണ് പറയൻ തുള്ളൽ. കുറച്ചും കൂടെ ഒരു സ്ലോ ആയിരിക്കും. അതാണ് എന്ത്? അത് ഓട്ടം തുള്ളലിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു പതിഞ്ഞൊരു താളമായിരിക്കും, സ്ലോ ആയിരിക്കും. അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞത്? പറയൻ തുള്ളൽ എന്ന് പറയുന്നത്. അതുപോലെ ഏറ്റവും വേഗത കുറച്ച് പാടുന്നതാണ് എന്ത്? ശീതങ്കൻ തുള്ളൽ എന്ന് പറയുന്നത്. ഏറ്റവും വേഗത കുറച്ച് പാടുന്നതാണ് ശീതങ്കൻ തുള്ളൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ചില കൃതികളുടെ കാര്യം ഒന്ന് നോക്കാം. അപ്പം ശീതങ്കൻ തുള്ളലിലെ കൃതികൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഒന്ന് ഗണപതിപ്രാതൽ, അതുപോലെ തന്നെ കൃഷ്ണലീല, പ്രഹ്ലാദ ചരിത്രം, ധ്രുവചരിതം. അപ്പോൾ ഇത്രയും ശീതങ്കൻ തുള്ളലിലെ കൃതികളാണ് കേട്ടോ. ഗണപതിപ്രാതൽ, അതുപോലെ തന്നെ കൃഷ്ണലീല, പ്രഹ്ലാദ ചരിത്രം, അതുപോലെ തന്നെ ധ്രുവചരിതം. ഇത്രയാണ് നമുക്ക് ഈ ശീതങ്കൻ തുള്ളലിലെ കൃതികളായിട്ട് നമുക്ക് പറയാവുന്നത്. പിന്നെ ഓട്ടം തുള്ളലിലെ കൃതികൾ എന്ന് നോക്കിയാൽ എന്തൊക്കെയാണ്? രുക്മിണി സ്വയംവരം വരുന്നുണ്ട്. രുക്മിണി സ്വയംവരം, സ്യമന്തകം, ഘോഷയാത്ര, കിരാതം. സ്യമന്തകം ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. സ്യമന്തകം ഓട്ടം തുള്ളലാണ് എന്നൊന്ന് ഓർമ്മയിൽ വെച്ചോളൂ. അപ്പം രുക്മിണി സ്വയംവരം, സ്യമന്തകം, ഘോഷയാത്ര, കിരാതം ഇത്രയും വരുന്നതെന്ന് വെച്ചാൽ ഓട്ടം തുള്ളലിലെ കൃതികളാണ്. പിന്നെ വരുന്നതാണ് പറയൻ തുള്ളൽ. പറയൻ തുള്ളലിലെ കൃതികൾ വരുന്നതാണ് ത്രിപുരദഹനം, അതുപോലെ സഭാപ്രവേശം, പാഞ്ചാലി സ്വയംവരം. ത്രിപുരദഹനം, സഭാപ്രവേശം, പാഞ്ചാലി സ്വയംവരം ഇത്രയും വരുന്നതാണ് പറയൻ തുള്ളലിലെ കൃതികളാണ് വരുന്നത്. ഇനി തുള്ളൽ വാദ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കിയാൽ എന്തൊക്കെയാണ്? കുഴുത്താളം, തൊപ്പിമദ്ദളം. ഇതാണ് പ്രധാന വാദ്യങ്ങൾ. തുള്ളലിലെ പ്രധാന വാദ്യം വരുന്നത് കുഴുത്താളം, തൊപ്പിമദ്ദളമാണ്. പിന്നെ ഇപ്പം ഇടയ്ക്ക് ഹാർമോണിയം, മൃദംഗമൊക്കെ ഈ ഇടയ്ക്ക് പുതുതായിട്ട് കയറി വന്നതാണ്. അത് ചോദിക്കാൻ സാധ്യതയില്ല, അത് പുതുതായിട്ട് വന്നതാണ്. പക്ഷേ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്നത് അതൊക്കെയെന്ന് വെച്ചാൽ കുഴുത്താളം, തൊപ്പിമദ്ദളം. അതാണ് പ്രധാന വാദ്യം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി തുള്ളലിലെ പ്രധാന താളങ്ങൾ അത് ഏതൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ അതാണ് ഒന്ന് അടന്ത വരുന്നുണ്ട്. പിന്നെന്താണ്? ചമ്പ വരുന്നുണ്ട്, ചെമ്പട, ഏകം, പഞ്ചാരി, കാരിക, ലക്ഷ്മി, കുംഭം. ഇത്രയാണ് പ്രധാന താളങ്ങളായിട്ട് നമുക്ക് പറയാം. തുള്ളലിലെ പ്രധാന താളങ്ങളായിട്ട് പറയാവുന്നത് ഇത്രയാണ്. 8 താളങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതാണ് എന്താണ്? അടന്ത, ചമ്പ, ചെമ്പട, ഏകം, പഞ്ചാരി, കാരിക, ലക്ഷ്മി, കുംഭം കേട്ടോ. ഇത്രയാണ് ഈ നമുക്കിതിൻ്റെ പ്രധാന താളങ്ങൾ, തുള്ളലിൻ്റെ പ്രധാന താളങ്ങളായിട്ട് നമുക്ക് പറയാവുന്നത്. ഇന്നത്തെ പ്രധാന കലാകാരന്മാരെ നമുക്ക് നോക്കാം.
ഒന്ന് വയലാർ കൃഷ്ണൻകുട്ടി, പിന്നെ കലാമണ്ഡലം പ്രഭാകരൻ, കലാമണ്ഡലം ഗീതാനന്ദൻ, മലബാർ രാമൻ നായർ, കലാമണ്ഡലം ദേവകി. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി. കലാകാരന്മാരുടെ കാര്യം തുള്ളലി എന്ന് ചോദിക്കാൻ സാധ്യത കുറവാണ്. കാരണം കൂടിയാട്ടം കഥകളിയൊക്കെ വളരെ പ്രാധാന്യത്തിൽ നിൽക്കുന്നുണ്ട്. അത് തന്നെ നിങ്ങൾ പ്രാധാന്യത്തോടെ പഠിക്കുക. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതിയാവും. അപ്പം നമുക്ക് മോഹിനിയാട്ടം നോക്കാം. അപ്പം മോഹിനിയാട്ടത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് കേരളത്തിൻ്റെ ഒരു ക്ലാസിക്കൽ നൃത്തരൂപം എന്നൊക്കെ പറയാവുന്നത് മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടം ആ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ പെടുന്നത് ഒന്നാണ് കേട്ടോ. കേരളത്തിൻ്റെ ക്ലാസിക്കൽ നൃത്തരൂപം കൂടിയാണ് എന്ത് മോഹിനിയാട്ടം. അതുപോലെ എന്താ കേരളത്തിൻ്റെ തനത് നൃത്തരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മോഹിനിയാട്ടമാണ്. പക്ഷേ കേരളത്തിൻ്റെ തനത് കലാരൂപം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കഥകളി കേട്ടോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥകളിയാണ് കേരളത്തിൻ്റെ തനത് കലാരൂപം. കേരളത്തിൻ്റെ തനത് നൃത്തരൂപം എന്ന് ചോദിച്ചാൽ ഏതാണ്? മോഹിനിയാട്ടമാണ്. മോഹിനിയാട്ടമാണ് കേരളത്തിൻ്റെ തനത് നൃത്തരൂപമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കിയുള്ള ഈ ഒരു മോഹിനിയാട്ടത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ അടിസ്ഥാനമാക്കിയുള്ള ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ വ്യവഹാരമാലയാണ്. വ്യവഹാരമാലയാണ് ഇതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇതിനെ പ്രോത്സാഹിപ്പിച്ച മോഹിനിയാട്ടത്തെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്ന് വെച്ചാലാണ്? സ്വാതി തിരുനാളാണ് കേട്ടോ. സ്വാതി തിരുനാളാണ് മോഹിനിയാട്ടത്തെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്. ശരി, അപ്പോൾ നമുക്ക് മോഹിനിയാട്ടത്തിൻ്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ എന്താ ക്ലാസിക്കൽ പദവിയുള്ള നൃത്തരൂപമാണ് എന്ത്? മോഹിനിയാട്ടം. അതുപോലെ തന്നെ കേരളത്തിൻ്റെ തനത് നൃത്തരൂപം എന്ന് വെച്ചാൽ മോഹിനിയാട്ടമാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ മോഹിനിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന സംഗീതം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് കർണാടക സംഗീതമാണ്. ഇതിനകത്ത് ഭാവം മോഹിനിയാട്ടത്തിനകത്ത് അപ്പം മോഹിനിയാട്ടം എന്ന് പറയുമ്പോൾ അതെന്താ ഒരു ദേവദാസി ഒരു രീതിയിൽ നിന്ന് കടമെടുത്ത അല്ലെങ്കിൽ അതിൽ നിന്ന് പരിണമിച്ച് വന്ന ഒരു നൃത്തരൂപമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഭാവം എന്ന് പറയുന്നത് ലാസ്യഭാവമായിരിക്കും. മോഹിനിയാട്ടത്തിൻ്റെ ഭാവം എന്ന് പറയുന്നത് ലാസ്യഭാവമായിരിക്കും. ഇന്നത്തെ സംഗീതം എന്ന് പറയുന്നത് ഒരു കർണാടക സംഗീതമാണ് ഇന്നത്തെ ഉപയോഗിക്കുന്നത്. അടിസ്ഥാന ഭാവം ലാസ്യമാണ്. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് എന്നൊക്കെ നമ്മൾ കരുതപ്പെടുന്ന ആരെന്ന് വെച്ചാൽ കല്യാണിക്കുട്ടിയമ്മയാണ് കേട്ടോ. മോഹിനിയാട്ടത്തിൻ്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മ ഏത് കലാരൂപമായിട്ട് ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഏതാണ്? മോഹിനിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കല്യാണിക്കുട്ടിയമ്മ എന്നൊരു കാര്യം ഓർമ്മയിൽ ഉണ്ടാവണം. അതുപോലെ ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉടലെടുത്തതായി കരുതപ്പെടുന്ന ഒരു കലാരൂപമാണ് എന്ത്? ഈ പറയുന്ന മോഹിനിയാട്ടം. അതുപോലെ ഇതിന് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം ഒക്കെ നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? സ്വാതി തിരുനാളാണ് ഇതിൻ്റെ ആ ഒരു പ്രചോദനം നൽകിയ രാജാവെന്ന് പറയുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ പ്രമാണമായി കരുതപ്പെടുന്ന കൃതി അത് രചിച്ച ആരാന്ന് ചോദിച്ചാലാണ്? മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ് ആ ഒരു കൃതി വ്യവഹാരമാല എന്ന കൃതി രചിച്ചത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാന കലാകാരന്മാരെ ഒന്ന് പരിചയപ്പെടാം. അതിന് ആരാണ്? കല്യാണിക്കുട്ടിയമ്മ. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, കല്യാണിക്കുട്ടിയമ്മ ആരാണ്? മോഹിനിയാട്ടത്തിൻ്റെ ഒരു മാതാവായിട്ട് കണക്കാക്കപ്പെടുന്ന കല്യാണിക്കുട്ടിയമ്മയാണ്. അതുപോലെ തന്നെ ഭാരതി ശിവജി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കലാകാരിയാണ്. അതുപോലെ ഒരിക്കലേടത്ത് കല്യാണിയമ്മ, കനക റെലെ, RLV രാമകൃഷ്ണൻ അറിയാം, കലാഭമണിയുടെ സഹോദരനാണ് RLV രാമകൃഷ്ണൻ. അപ്പോൾ ഈ അടുത്ത വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ടായതുകൊണ്ട് ആ പേരും കൂടെ ഒന്ന് ഓർമ്മ വെച്ചോണം. RLV രാമകൃഷ്ണൻ്റെ പേരും കൂടെ ഒന്ന് ഓർമ്മ വെച്ചോണം. അതുപോലെ കനക റെലെ, അതുപോലെ ഒരിക്കലേടത്ത് കല്യാണിയമ്മ, അതുപോലെ ആരാണ്? ഭാരതി ശിവജി, പിന്നെ ആരാണ്? കല്യാണിക്കുട്ടിയമ്മ. അപ്പോൾ ഇത്രയും പേരും കൂടെ ഒന്ന് ഓർമ്മയിൽ വെച്ചോണം. പിന്നെ നമുക്ക് ഇത്രയും പഠിച്ച ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള PYQs നമുക്കൊന്ന് നോക്കാം. അപ്പം പാഠകത്തിന് അടിസ്ഥാനമായി എന്ന് കരുതുന്ന കലാരൂപം ഏതാണ്? ഒന്ന് കഥകളി തന്നിട്ടുണ്ട്, ചാക്യാർകൂത്ത് തന്നിട്ടുണ്ട്, ഭരതനാട്യം തന്നിട്ടുണ്ട്, പിന്നെ എന്താ പാവക്കൂത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ചാക്യാർകൂത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ചാക്യാർകൂത്ത് ചാക്യാരാണ് അവതരിപ്പിക്കുന്നത്. പാഠകം എന്താണ്? ചാക്യാർകൂത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ്. പാഠകം അവതരിപ്പിക്കുന്ന നമ്പ്യാർമാരാണ്. അതിൻ്റെ വേഷങ്ങളിലൊക്കെ ചില കാര്യങ്ങളൊക്കെ വേഷം അതിൽ നിന്നൊരു പ്രചോദനം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതിൻ്റെ ഒരു അവതരണത്തിൽ ചാക്യാർകൂത്തിൽ നിന്ന് പ്രചോദനം നേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഓക്കെ, അപ്പം എന്താണ്? ചാക്യാർകൂത്താണ് അതിന് ഉത്തരം വരുന്നത്. പാഠകത്തിന് അടിസ്ഥാനം എന്ന് കരുതുന്ന കലാരൂപം ഏതാണ്? ചാക്യാർകൂത്താണ്. ഇനി ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യം എന്ന് ചോദിച്ചാൽ ഏതാണ്? ചെണ്ടയുണ്ട്, മദ്ദളമുണ്ട്, ഇടയ്ക്കുണ്ട്, മിഴാവുണ്ട്. ഏതാണ് ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്നത്? ഏതാണെന്ന് വെച്ചാൽ ഏതാണ്? മിഴാവ് കൊട്ടുമ്പോഴല്ലേ കുഞ്ചനമ്പ്യാർ ഉറങ്ങിപ്പോയത്? കളിയാക്കിയിട്ടാണ് പിന്നെ വന്നിട്ട് എന്ത് രൂപം കൊടുക്കുന്നത്? തുള്ളലിന് രൂപം കൊടുക്കുന്നത്. അപ്പോൾ ഏതാണ്? മിഴാവാണ് ആ ഒരു വാദ്യം വരുന്നത്. അപ്പം ചാക്യാർകൂത്തിന് ഉപയോഗിക്കുന്ന വാദ്യത്തിൻ്റെ പേര് നമുക്ക് കിട്ടി. അതാണ് ഉത്തരം വരുന്നത് മിഴാവ് തന്നെയാണ്. PYQ ആണ്. പിന്നെ ഒരു പുരാണ കഥാപ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇതിനകത്ത് കഥകൾ തന്നിട്ടുണ്ട്,
കൂടിയാട്ടം തന്നിട്ടുണ്ട്, കൂത്ത് തന്നിട്ടുണ്ട്, കേളി തന്നിട്ടുണ്ട്. പക്ഷേ ഇതിലെന്താ പാഠകം തന്നിട്ടില്ല. ഇതിൽ പാഠകം ഉണ്ടായിരുന്നെങ്കിൽ അത് പാഠകം തന്നെയായിരുന്നു ഉത്തരം. പാഠകം തന്നിട്ടുണ്ടെങ്കിൽ പാഠകം തന്നെയായിരുന്നു ഉത്തരം. പക്ഷേ നമുക്ക് ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് നമുക്ക് എടുക്കാവുന്ന ഏതാണ്? കൂത്താണ് അല്ലേ? കൂത്താണ് നമുക്ക് ഉള്ളതിൽ വെച്ചിട്ട് നമുക്ക് പറയാവുന്നത്. കാരണം കൂത്തിനെ നമ്മൾ എങ്ങനെയൊക്കെ തിരിക്കുന്നുണ്ട്? ഒന്ന്, നമുക്കതിനെ കഥാപ്രസംഗം എന്നുള്ള രീതിയിൽ കൂത്തിനെ തിരിക്കുന്നുണ്ട്. പിന്നെ എന്താ കാരണം? എന്താ നമ്മൾ കൂത്തിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ടല്ലേ? ഒന്ന് നാടകാഭിനയം എന്ന് നമ്മൾ പറയുന്നുണ്ട്, ഒന്ന്. രണ്ടാമത് എന്താ നമ്മൾ പറയുന്നത്? കഥാപ്രസംഗം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ ഇന്നത്തെ എടുക്കുന്ന കഥകൾ എവിടെ നിന്നൊക്കെയാണ്? രാമായണത്തിൽ നിന്നും അതുപോലെ മഹാഭാരതത്തിൽ നിന്നൊക്കെയാണ് ഇതിനകത്ത് കഥകളെ എടുക്കുന്നത്. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് എത്താവുന്ന ഉത്തരം പിന്നെ ഉള്ളത് കൂത്താണ്. പാഠകമില്ലാത്തതുകൊണ്ട് തന്നെ കൂത്താണ്. അപ്പം കൂത്താണ് ഇതിൻ്റെ ഉത്തരം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് PYQs. അപ്പോൾ ക്ഷേത്രകലകൾ എന്ന ഭാഗം ഇവിടെ തീർന്നിരിക്കുകയാണ്. നമുക്കിനി ബാക്കിയും കുറേ പോർഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പോർഷനുമായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നിങ്ങളതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക കേട്ടോ. പഠിക്കുന്നതിലും എഫക്റ്റീവ് പഠിക്കണം. അത് കഴിഞ്ഞാൽ ഒരു തവണയുള്ള പഠനം കഴിഞ്ഞാൽ പിന്നെ എഫക്റ്റീവ് ആവുന്നത് റിവിഷനാണ്. പിന്നെ നിങ്ങൾ പഠിച്ചു തന്നെ പഠിച്ചുകൊണ്ടിരിക്കരുത്, നിങ്ങൾ ഓർമ്മിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു കുറച്ച് നേരം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് അത് നിങ്ങളൊന്ന് വായിച്ച് നോക്കട്ടെ. നിങ്ങൾ കിടന്നുറങ്ങിയിട്ട് എണീക്കുമ്പോഴും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ഒരു ഭാഗം അതാണ് നോക്കേണ്ടത്. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് ബുദ്ധിയിൽ അത് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് അത് വളരെ എഫക്റ്റീവാണ്. ഇത് മാത്രമല്ല, ഏത് പഠനത്തിനും ഏത് വിഷയം പഠിക്കുമ്പോഴും എന്ത് പഠിച്ചാലും ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ വെക്കാനായിട്ട്. കാരണം നിർഭാഗ്യവശാൽ നമ്മുടെ പരീക്ഷാ രീതികളും എല്ലാം ഓർമ്മശക്തി പരിശോധിക്കുന്ന രീതിയിലാണ്. അപ്പം ആ ഓർമ്മശക്തി പരിശോധിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓർമ്മ കൂട്ടേണ്ടി വരും. അപ്പോൾ അത് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് ഓർമ്മ കൂട്ടാവുന്ന ചില ടെക്നിക്കുകളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, വളരെ എഫക്റ്റീവ് ആയിരിക്കും. നിങ്ങൾ കമൻസിലും ഒക്കെ നിങ്ങൾക്ക് പറയാം ആ കാര്യങ്ങൾ എഫക്റ്റീവ് ആയോ ഇല്ലയോ ഒക്കെ നിങ്ങൾക്ക് പറയാം. അതുപോലെ ക്ലാസ്സിനെ പറ്റിയുള്ള ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. അത് മോശമാണെങ്കിലും പറയാം, നല്ലതാണെങ്കിലും പറയാം, ഒരു പ്രശ്നവും ഇല്ല. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.